കുഷിനഗർ മുസ്ലിം പള്ളി പൊളിച്ചതിനെതിരെ അതിശക്തമായ എന്ന് പറയുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ അമ്പലം പള്ളിയുടെ പേര് നമ്മളിങ്ങനെ തർക്കങ്ങൾ അടികൂടിക്കൊണ്ടിരുന്നിട്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ക്രിസ്ത്യൻ പള്ളിയാകട്ടെ, ഉത്തർപ്രദേശിൽ പലപ്പോഴും ഒരു പവർ കാണിക്കാനായി, അധികാരം കാണിക്കാനായി ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുഷിനഗർ മുസ്ലിം പള്ളി പൊളിച്ചതിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു എന്നും എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ കോടതിയെ ലക്ഷ്യം എടുത്തുകൂടാന്നും സുപ്രീം കോടതി അതിശക്തമായ ഭാഷയിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. സുപ്രീം കോടതി ഈ തിങ്കളാഴ്ച കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് ഉത്തർപ്രദേശിന്റെ അതോറിറ്റീസിനും ഗവൺമെന്റിനുമെതിരെ എടുക്കുകയും ഉത്തർപ്രദേശിലെ മദനി മോസ്ക്, കുഷിനഗറിലെ മദനി മോസ്ക് അത് പൊളിച്ചതിനെതിരെയാണ് ഈ നിലപാടെടുത്തത്. ബെഞ്ച് ഓഫ് ജസ്റ്റിസ് BR ഗവായി ആൻഡ് AG മാസിഹ് ഇവരാണ് ഈ ഡെമോലിഷൻ പ്രീ റെക്വിസിറ്റ് നോട്ടീസ് ഇല്ലാതെയാണ് ചെയ്തത്. ഇത് നവംബർ 13, 2024 സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കൂടുതൽ ഡെമോലിഷൻ പാടില്ല, അല്ലെങ്കിൽ നോട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കണമെന്ന്. അപ്പോൾ അതിനെതിരെ അതിശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ മുനിസിപ്പൽ അതോറിറ്റീസ് 1999 സാങ്ഷൻ ചെയ്തതാണെന്നും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പൊളിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ പലപ്പോഴും ഒരു പവർ കാണിക്കാനായി, അധികാരം കാണിക്കാനായി ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ഇതൊന്നും പൊളിക്കുന്നുണ്ട് ഒന്നും നമ്മൾ നേടാൻ പോണില്ല. ഉത്തർപ്രദേശ് വലിയൊരു സംസ്ഥാനമാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അമ്പലമോ ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ഒന്നും പൊളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി ഇവർ തന്നെ, ഈ പള്ളിയുടെ ആൾക്കാർ തന്നെ വേറെ ഇതിന്റെ ഭാഗമായി ചെറിയൊരു അൺഓതറൈസ്ഡ് സ്ഥലം ഉണ്ടായിരുന്നു എന്ന് ആൾക്കാർ ചൂണ്ടിക്കാണിച്ചപ്പോ അതിശക്തമായി അവർ തന്നെ അത് സ്വയം റിമൂവ് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. അത് കൂടാതെ പിന്നീട് വന്നാണ് സ്വന്തം പവർ കാണിക്കാനായിട്ട് ഗവൺമെന്റ് അതോറിറ്റീസിന്റെ ആൾക്കാർ ഇത് ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലെ അനുകൂലിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത് അനാവശ്യമാണ്. ഇതൊന്നും അല്ല നമ്മുടെ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ക്രിസ്ത്യൻ പള്ളിയാകട്ടെ, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുക, ഗ്രന്ഥശാലകൾ ഉണ്ടാക്കുക, സ്കൂൾ ഉണ്ടാക്കുക, പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പൊളിക്കാനോ നശിപ്പിക്കാനോ അല്ല. എന്നും ബാറക് ഒബാമ പറഞ്ഞ മഹത്തരമായ ഒരു കാര്യമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ പൊളിക്കുന്നത് വെച്ചല്ല, നിർമ്മിക്കുന്നത് വെച്ചാണ് നമ്മുടെ ലെഗസി ഓർത്തിരിക്കുക എന്നുള്ളത്. അത് ഉത്തർപ്രദേശിലെ ആൾക്കാർ സീരിയസ് ആയി കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് അതേപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് വാർത്ത, ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന് എതിരെ വരുന്ന ഒരുപാട് ഇത്തരം സബ്മിഷൻസിന് എതിരെ സുപ്രീം കോടതി ഇനഫ് ഈസ് ഇനഫ്, ഇത് മതിയാക്കണം എന്ന് പറയുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ അമ്പലം പള്ളിയുടെ പേര് നമ്മളിങ്ങനെ തർക്കങ്ങൾ അടികൂടിക്കൊണ്ടിരുന്നിട്ട് യാതൊരു അർത്ഥവുമില്ല. ഹിന്ദു സമൂഹത്തിലെയും ഇസ്ലാമിക സമൂഹത്തിലെയും തീവ്ര സ്വരക്കാർക്ക് അവർക്ക് മുതലെടുക്കാൻ ഒരു അവസരം കിട്ടുമെന്നല്ലാതെ ഈ കാണുന്ന എല്ലാ അമ്പലങ്ങളുടെയും പള്ളികളുടെയും താഴെ പോയി കുഴിച്ചു നോക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ഒരു ഗുണവുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പുതിയ അമ്പലം വെക്കാനാണെങ്കിലും, പള്ളി വെക്കാനാണെങ്കിലും, ബുദ്ധവിഹാരം വെക്കാനാണെങ്കിലും, ഗുരുദ്വാര വെക്കാനാണെങ്കിലും, സിനഗോഗ് വെക്കാനാണെങ്കിലും, ക്രിസ്ത്യൻ പള്ളി വെക്കാനാണെങ്കിലും, ഈ നിരീശ്വരവാദികൾക്ക് പരിപാടി നടത്താനാണെങ്കിലും നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഈ ആകെ കുറച്ചുള്ള അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേര് നമ്മൾ അടികൂടേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഒരു ഗവൺമെന്റ്, UP ആകട്ടെ, ഇന്ത്യ, കേരളമാകട്ടെ, മറ്റ് സംസ്ഥാനമാകട്ടെ, അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേര് അടികൂടരുത്. അത് ദൈവനിന്ദയാണ്. നമുക്ക് സാഹോദര്യവും സൗഹാർദ്ദവും ഉണ്ടാകണം. പരസ്പര സ്നേഹത്തിലാണ് ദൈവം വസിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ.